ഹലോ എടാ, എനിക്ക് കല്യാണം ഒന്നും വേണ്ട. ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരമാണ്. അത് ഞാൻ തീരുമാനിച്ചു വെച്ചേക്കുന്ന. ഞാൻ എൻ്റെ അമ്മാവിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ കഴിയും. എടാ, കല്യാണം കഴിച്ചാൽ നമ്മളെ സകല ഫ്രീഡവും പോകും. ഒന്നും കിട്ടത്തില്ല. നമുക്കൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ അവളുടെ അനുവാദമില്ല സിനിമയ്ക്ക് പോകാൻ പറ്റൂ. അല്ല, നമുക്കൊന്ന് പുറത്തോട്ടിറങ്ങി വേണ്ട അങ്ങോട്ടൊന്ന് കാണാൻ പറ്റണമെങ്കിലോ നടക്കൂ, ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ല. ഞാൻ ഇവിടെ തന്നെ. നീ അതും പറഞ്ഞ് എന്നെ അങ്ങോട്ട് നീ ഒരു കാര്യം ചെയ്യും, നീ റെഡിയായിട്ട് ഇങ്ങനെ പോന്നാ മതി. നീ റെഡിയായിട്ട് വാ. ബാക്കി വരുവോ? ശരി എന്നാ. കേറി വരാൻ പറ്റുന്നതേ എനിക്കിത് വരണമാണ്. എനിക്കിത് വരണം. എന്നാ എനിക്കിത് വരണം. അപ്പൊ ഇതൊക്കെ പുറത്ത് കഴിയിട്ട പോരെ? ഈ വീടിനകത്താണോ കഴിയുന്നത്? ഈ നാട്ടുകാരെ മുഴുവൻ അറിയിക്കണം ഞാനാണ് ഇവിടുത്തെ തുണി മൊത്തം കഴിയുന്നത്. നേരടാ, അതുകൊണ്ട് ഈ പരിക്കാത്തിട്ടാ മതി. നിന്നെ ഇത്രയുള്ള പരിവത്തി എനിക്ക് കിട്ടിയതാ. എന്റെ അച്ഛനും അമ്മ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ. അന്ന് മോനെ ഇവന്റെ നിക്കർ ഉൾപ്പെടെ ഞാനാന്ന് കഴിക്കുന്നത്. സത്യം പറഞ്ഞ അന്ന് ഇവൻ കുഞ്ഞായിരുന്നപ്പോ ഇവന്റെ നിക്കർ നായങ്ങ വീഴുന്ന പോലെ അത്രേ ഉള്ളൂ. അപ്പൊ അതുപോലാന്നോ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കമ്പിളി പതിപ്പ് കഴിയുന്ന പോലെ ഇവന്റെ നിക്കർ ഞാൻ. ഇതിനെല്ലാം കാരണം ഇവിടെ പെങ്കൊച്ചില്ലാത്തോണ്ടാണ്. ഇനി അടുത്ത തുടങ്ങി. നിനക്ക് 35 വയസ്സായോ? ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എന്താ കേൾക്കാത്ത? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കല്യാണം വേണ്ട. കല്യാണം വേണ്ട. ഒന്നും കൂടെ പറഞ്ഞേക്കാം, കല്യാണം വേണ്ട. എന്തായാലും വേണ്ടാന്ന് പറഞ്ഞാൽ മതി. ഈ അടുക്കളപ്പണി തകർന്ന് ഞാനാ ചെയ്യുന്നത്. ആ അടുക്കള കിടന്ന് ഞാൻ പുക തിന്നുവാ. ഞാൻ അറിയോ? ഞാൻ സത്യം പറഞ്ഞ എന്റെ ദേഹത്ത് മൊത്തം പുകയകത്ത്. ഞാൻ ബാത്റൂമിൽ കയറി ഇരിക്കുമ്പോ എന്റെ ചെവിക്കകത്തുനിന്ന് പുക പോകും. അടുക്കളയിലെ പുക. ആൾക്കാർ പറയാൻ ഞാൻ ബീഡിയും വരച്ചോണ്ടാ ബാത്റൂമിനകത്തിരിക്കുന്നതെന്ന്. അങ്ങനത്തെ അവസ്ഥയിലേക്ക്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയാം, കുഞ്ഞാ നീ ഒരു കല്യാണം കഴിക്കാം. സാമ്പത്തികപരമായിട്ട് ഞാൻ സെറ്റ് ആകട്ടെ, എന്നിട്ട് കല്യാണം കഴിക്കാം. ആകും. എന്റെ ചിലവ് ഇപ്പോഴും കഴിയുന്ന നീ സാമ്പത്തികപരമായിട്ട് നീ സെറ്റ് ആകും. എടാ, കല്യാണം കഴിച്ചാൽ എന്തോ കുഴപ്പം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കല്യാണം കഴിച്ചാൽ ഫ്രീഡം പോകും. എടാ, ഞാൻ നിനക്ക് എന്തിനാ പേടി? നിന്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു. നിന്നെ മറ്റേ രാജേഷ് കല്യാണം കഴിച്ചു. നിന്റെ പേരുള്ള രാജേഷ് കല്യാണം കഴിച്ചു. ആ ചാച്ചാങ്കൻ കല്യാണം കഴിച്ചു. പിന്നെ ആ സെൽവരാജ് കല്യാണം കഴിച്ചു. നിനക്കറിയാവോ ആ മനു കുമ്പാരി എന്ന് പറഞ്ഞ അവൻ കല്യാണം കഴിച്ച അവന് 3 പിള്ളേരുണ്ട്. 3 പിള്ളേരുണ്ട് അവന്. പിന്നെ മനു കുമ്പാരി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ചാങ്കടയ്ക്ക് അവരുടെ 2 പിള്ളേരുണ്ടാവും. അവിടെ നീ എന്താ പറയുന്നത്? പിന്നെ അവൻ കല്യാണം കഴിച്ച എന്തൊക്കെ എടാ, നിന്നെ ഇത്രയുള്ള പരിവത്തി നിന്റെ തന്തേന്നല്ലേ എന്റെ പെങ്ങളും അളിയനോണ്ട് എന്നെ ഏൽപ്പിച്ചാ. ഞാൻ ചോദിച്ചു എന്തിനാ ഇവനെ എനിക്ക് ഏൽപ്പിക്കുന്നത്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ അവർ അളിയനൊരു കൂട്ടാവും. അത് തന്നെയല്ല, ഞങ്ങൾക്ക് ഒത്തിരി 10-16ഓളം പിള്ളേരുണ്ട്. എല്ലാവരെ കൂടെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവന്റെ അച്ഛനും അമ്മയ്ക്ക് 10-16 പിള്ളേരുണ്ട്. പണ്ട് ഞാൻ ഇവരുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അകത്തോട്ട് കയറാനൊക്കത്തില്ല. കാരണം ഈ പെരുമ്പാവൂര് ഈ റബ്ബർ തടി വെട്ടിക്കൊണ്ട് തടി ഇങ്ങനെ അടുക്കി ലോറിക്കകത്ത് കൊണ്ടുപോകത്തില്ലേ, അതുപോലെ ആ പിള്ളേർ കട്ടിലേരി ഇങ്ങനെ അടുക്കടുക്ക് കിടക്കുന്നത്. പോരാട്ടി ഈ 1000 ഞവരക്കഴി കെട്ടിയിട്ടേക്ക് തൊട്ടിനകത്ത് വേറെ 2 അത്രയും കൂടെ എന്നെ ഏൽപ്പിച്ച് വെച്ചാ നീ ഒറ്റടുത്ത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കല്യാണം കഴിച്ചാ എനിക്ക് അമ്മാവനോടുള്ള സ്നേഹം കുറയും. എന്തൊരു സ്നേഹം കുറയും? അത് പറയും ഇല്ലെന്ന്. ഇടാ, അത് നമ്മൾ അവളെ അതുപോലെ സ്നേഹിക്കണം. മനസ്സിലായി? പല വീട്ടിലും ഉണ്ടാകുന്ന അമ്മായിമ്മ പോരും പ്രശ്നങ്ങൾ ഇതാണ്. വരുന്ന പെങ്കൊച്ചിനെ സ്വന്തം മോളായിട്ട് കാണത്തില്ല. അതാണ് ഏറ്റവും കൂടുതൽ അമ്മായിമ്മ പോര്. നീ അവളെ കൊണ്ടുപോവാ, ബാക്കി ഞാൻ ഏറ്റിട്ടാ. പിന്നെ ഞാനത് കൈകാര്യം ചെയ്യുക. ഞാനങ്ങനെ ചെയ്യും. നീ പേടിക്കരുത്. നീ അതുകൊണ്ട് എനിക്കൊരു ദേഷ്യം കയറിയ ഇന്നെങ്കിൽ ഇന്ന് നാളെയെങ്കിൽ നാളെ മര്യാദയ്ക്ക് ഒരു പെങ്കൊച്ചിനെ വിളിച്ചോണ്ടോ എനിക്ക് അടുക്കള കന്ന് പോകുന്ന അമ്മയ്യ. നിനക്കൊരു ധാരണയുണ്ട് എന്നെ ഞാൻ ഇച്ചിരി ഞരം വന്ന് നാട്ടുകാർ പറയുന്നു. അത്ര വലിയ ഞരമ്പൊന്നും അല്ല. ആവശ്യമില്ലാത്ത കാര്യമൊന്നും അല്ലല്ല. നിനക്ക് എന്നെ വിശ്വാസമില്ല. ഒരു അന്യ പെങ്കൊച്ചിനെ ഇവിടെ കൊണ്ടെടുത്താൽ ഇവർ എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടാ. നീ ഒരു കാര്യം എന്നോട് വഴക്കിട്, എന്നെ ഇറങ്ങി ഇങ്ങനെയൊക്കെ പറഞ്ഞു. നീ കല്യാണം കഴിച്ച പെങ്കൊച്ചിനെ കൊണ്ടുപോടാ, എന്നിട്ട് കട്ടപ്പെടുത്താതെ. ഞാൻ കല്യാണം കഴിക്കണമെന്നാണോ? കല്യാണം കഴിക്കണം. ശരി, ഞാൻ കല്യാണം കഴിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഡിമാൻഡ് എനിക്കുണ്ട്. എന്താ ഡിമാൻഡ്? എനിക്കൊരു പെണ്ണുമായിട്ട് ഇഷ്ടമുണ്ട്. അങ്ങനെ പഠിക്കുവാ. അത് വാ, എനിക്ക് അതല്ലേ പറഞ്ഞു. അതല്ലേ നീ വേണ്ട വേണ്ട വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, ഞാൻ അവളെ ഇവിടെ കൊണ്ട് ഒരാഴ്ച നിർത്തും. എന്നിട്ട് അമ്മാവൻ അവളെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ കല്യാണം കഴിക്കത്തില്ല. ഈ ലോകത്തെ വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കത്തില്ല, ഒരിക്കലും കല്യാണം കഴിക്കത്തില്ല. സമ്മതിച്ചോ? അപ്പൊ നീ പറയുന്നത് നിനക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടമുണ്ട്. എനിക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടമുണ്ട്. അവളെ ഇവിടെ ഒരാഴ്ച കൊണ്ട് നിർത്തും. അവളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അവളെ നീ കല്യാണം കഴിക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ലോകത്തുള്ള ഒരാളെ കല്യാണം കഴിക്കില്ല. സമ്മതിച്ചോ? ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. അമ്മാവ് ആലോചിച്ചിട്ട് പറഞ്ഞാൽ എടാ, പ്രശ്നമില്ല. കൊച്ചിനോട് വരാൻ പറയണം. അങ്ങനെങ്കിൽ അങ്ങനെ പെങ്കൊച്ചിനോട് വരാൻ പറയാനി. അവള് വരും. എപ്പോ? അവളിപ്പൊ വരും. ഇപ്പൊ വരുമോ? ഞാനിതൊക്കെ പറഞ്ഞ അമ്മാവനൊക്കെ അത് പറയാൻ പറ്റില്ല. അയ്യോ, ഇവിടെ ഒരു പെങ്കൊച്ച് ഹെയറോയിന്റെ മണം ഈ വീട്ടിലടിക്കാൻ മോനെ. എനിക്ക് സന്തോഷം. ഒരു കാര്യം ചെയ്യ്, ഞാൻ കടയിൽ പോയി എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. ഒരു പാലും ഒരു പെങ്കൊച്ച് വരുമ്പോ ഒരു ചായ ഇട്ട് കൊടുക്കണ്ട. വേണ്ട, ഞാൻ പോവാം. അവള് വരുമ്പോ നീ ഇവിടെ കാണണം. അതാ പറഞ്ഞ ഞാൻ പോയിട്ട് വരാം. വേണ്ടത് പറഞ്ഞു ഞാൻ പോന്ന് പറഞ്ഞു. നീ ഈ തുണി എടുത്ത് അങ്ങോട്ട് മാറ്റി. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരേ കേട്ടോ. ദൈവമോ, എന്തായിത്തീരുമോ എന്തോ. എത്തിയടാ. അപ്പൊ വാങ്ങിട്ട്
അയ്യോ ഇത് എന്നാ കൈയിട്. ഏയ് ഞാനൊരു കാര്യം പറയാം. 2 പിള്ളേരുടെ തന്തയാണ് ഞാൻ. നിന്റെ ഒരൊറ്റ കാര്യം കൊണ്ട് നീ ആവശ്യപ്പെട്ടോണ്ട് മാത്രമാണ് ഞാൻ പെൺവേഷം കെട്ടിയതെന്ന് അറിയാമോ? എനിക്ക് വീട്ടിൽ തിരിച്ചു പോകാനുള്ളതാ. പിള്ളേരെ കൊണ്ട് ഞാൻ ടൂർ പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തേ കാണിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ അമ്മാവൻ ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമാണ്. എനിക്കാണ് കല്യാണം കഴിക്കേണ്ടത്. സത്യം പറഞ്ഞത് എനിക്ക് കല്യാണം കഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അപ്പൊ നീ അമ്മാവനൊന്ന് ഇറിറ്റേറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാവന്റെ ഒക്കെ. ഞാനൊരു പെണ്ണിവിടെ വിളിച്ചു വരുത്തും. അവക്ക് അമ്മാവന് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ അവളെ കല്യാണം കഴിക്കും. ഇല്ലെങ്കിൽ ഈ ലോകത്ത് പിന്നെ എനിക്ക് കല്യാണം ഇല്ല. ഒരു പെണ്ണിന് ഞാൻ കല്യാണം കഴിക്കത്തില്ല. അതൊക്കെ ഞാൻ നീ ഒരു കാര്യം നീ ചെയ്യേണ്ടതെന്നറിയോ? അമ്മാവനെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യുക. അതൊക്കെ ഞാൻ ചെയ്യാന്ന്. നിന്നെ ഇഷ്ടമല്ല എന്ന് അമ്മാവൻ പറയണം. നിന്നെ ഇവിടുന്ന് ഇറക്കി വിട് എന്ന് അമ്മാവൻ പറയണം. അതൊക്കെ ഞാനേറ്റ്. നീ അകത്ത് പോയിട്ട് ഗ്ലാസ് 2 വെള്ളമൊക്കെ എടുത്തിട്ട് വാ. ഞാനേ മേടിച്ചോ? ഞാൻ അര എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു അരയുണ്ട് എന്റെ കയ്യിൽ. നീ അതൊക്കെ എടുത്തിട്ട് വാ. വല്ലാത്ത ക്ഷീണം. പോയിട്ടോ നീ പോയിട്ടോ. അയ്യോ ഇന്ന് അടിച്ച് മറിഞ്ഞ അവന്റെ ചെലവില് ഞാൻ കാലിലാണെങ്കിൽ പണി ചെയ്ത് സിമന്റ്. രാജേഷേ രാജേഷേ ഓ രാജേഷേ ഓ ഇതാണ് നമ്മളിതൊരു തറവാടിത്തോളം ഫാമിലിയാണ്. അപ്പൊ ഈ കാല് പൊക്കി കട്ടിലെ വെച്ച് ഇങ്ങനെ അതൊന്നും ഇവിടെ നടക്കത്തില്ല. അവളോട് കാല് താത്തി നോക്കി. നമ്മുടെ ഒരു തറവാടാണ്. അമ്മാവനൊന്നും ഇഷ്ടമല്ല. ഇതാണ് എന്റെ അമ്മാവൻ. ഞാൻ പറയാറില്ലേ അമ്മാവൻ. കാല വീഴ് കാല വീഴ് കാല വീഴ് കാല്. ഇവിടുത്തെ പിള്ളേരല്ലടാ ചിലപ്പോ അതൊന്നും അറിഞ്ഞോണമെന്നില്ല. നമ്മൾ പഴമക്കാരെ എനിക്കത് അറിയാം. അമ്മാവനാണോ ഷേവില്ലെന്നാ കൊച്ചിന് എനിക്കറിയാലോ കാര്യം. ഇവിടെ വന്നതല്ലേ അമ്മാവൻ അവളായിട്ടൊന്ന് സംസാരിക്കും. ഇന്നത്തെ ചായ എന്റെ കൈ കൊണ്ട്. കണ്ടോ ഒരു പെങ്കൊച്ച് വന്ന് കയറിയപ്പോ അവനങ്ങ് അടുക്കളൊക്കെ പറഞ്ഞ ഏറ്റെടുത്ത്. അതല്ല ഇന്നത്തെ ചായ എന്റെ സ്പെഷ്യല്. അവള് വന്ന സന്തോഷത്തിന് നമ്മളിവിടെ ഒരു പുതിയ സംഭവം തുടങ്ങുമല്ലോ. അതിനിപ്പോ ഒരാഴ്ച ഇവിടെ നിൽക്കാൻ പോവില്ലേ? ഞാൻ പറഞ്ഞേ മുഖകര കേടാതിരണം കേട്ടോ. പിന്നെ ഞാന് പിന്നെ അവനല്ലേ? അതെ അമ്മ രാജേഷേ രാജേഷേ രാജേഷേക്ക് വേണാ എന്നാമോ തൊടയെന്ന് കാലെടുക്കാൻ പറ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. തൊടയെന്ന് കാലെടുത്ത അമ്മാവൻ ഒറ്റക്കാലനായി പോകത്തില്ലേ? കാലെടുക്കാൻ പറ. നമ്മുടെ കുടുംബത്തിൽ ചേർന്നതല്ല. അല്ല കാലെടുത്ത് നേരെ വെക്കും. പുതിയ പിള്ളേരുടെ ഓരോരോ ന്യൂ ജനറേഷൻ. രാജേഷേ ജിമ്മിന് പോകും. ആരോഗ്യം ശ്രദ്ധിക്കുന്ന പെൺകുട്ടികളെ എനിക്കിഷ്ടമാണ്. അങ്ങനെ വേണം നമ്മുടെ തറവാടിന്റെ കേട്ടോ. ഞാൻ ചായ എടുത്തേ. നീ സംസാരിക്കണം. ഞാൻ ചായ എടുക്കാം. ഞാൻ ചായ ഇടാമോ? ഇത് എന്റെ സ്പെഷ്യൽ അല്ലേ? എനിക്ക് സന്തോഷമുള്ള ദിവസമല്ലേ? ഓക്കെ. പേരെന്തായിരുന്നു? എന്റെ പേര് ശരണ്യ. ഓ ശരണ്യ രാജേഷ്. എന്റെ മരുമോന് ചേർന്ന പേര്. എവിടാ മോന്റെ വീട്? എവിടാ? ഞാന് എറണാകുളത്താ. ഓ എറണാകുളത്ത് അടുത്ത് തന്നെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യയും 2 പിള്ളേരും. രാജേഷേ ഭാര്യയും 2 പിള്ളേരും വന്നു. വീട്ടിലാരെന്ന് ചോദിച്ചപ്പോ ഭാര്യ എന്ന് പറഞ്ഞാലേ ഒരു അച്ഛന്റെ അമ്മ ഭാര്യയാണല്ലോ. പിന്നെ അവർ 2 മക്കള്. ഇവിടുത്തെ ഓരോ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഓരോ. ഞാൻ ചായ ഞാനിടാ അമ്മാവന് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യല്ലേ ഇത്? അതെ എന്റെ കൊച്ചു വന്നേക്കുമല്ലേ? ഓക്കെ ഞാൻ വരാം. അയ്യോ എന്റെ കണ്ണിൽ ഐലാഷ് പോയി. മറ്റേ നീലത്താമരയിലെ നായകനാ. അത് കൈലാഷ്, ഇത് ഐലാഷ്. രാജേഷേ കൊച്ചിന്റെ കണ്ണിലാണ്ട് പോയാ ഊതിക്കൊറ. ഞാനിവിടെ അടുപ്പിൽ ഊതും അമ്മാവോ. അടുപ്പിൽ ഞാൻ ഊത്തില്ലടാ. നീ വന്ന് കണ്ണൂതിക്കൊറ. അമ്മാവനെ ഊതി കൊടുക്കണം. അയ്യോ നീ കണ്ണു കാണാൻ പറ്റില്ല.
ഒന്ന് ഊതിത്താ. അയ്യോ ഊതിത്താ. പോയില്ല 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 പോയില്ല. അയ്യോ കണ്ടു തീർന്ന്. ആദ്യമായിട്ടാ ഇത്രയും ക്ലോസ് ആയിട്ട് കിട്ടും. വേറെ അങ്ങനെ ഇല്ല. മരുമോനോട് പറയരുത്, അവന് വിഷമോ. അതുകൊണ്ടാ ഇനി അങ്ങനെ ഇല്ല. അതും ഇല്ല ഇല്ല പറ്റിപ്പോകും. രാജേഷിന്റെ അമ്മാവനാണെന്നല്ലേ പറഞ്ഞത്? രാജേഷിന്റെ അമ്മാവനാണ്. പക്ഷേ കണ്ട നടൻ ദിലീപേട്ടനെ പോലെ ഇരിക്കുന്നത്. അയ്യോ ബാക്കിങ്ങനെ തിരിഞ്ഞപ്പോഴേ കറക്റ്റ് ലാലേട്ടൻ. എന്താ ചെയ്യാ? അങ്ങനെയൊന്നും ഞാൻ പറയണ്ട കേട്ടോ. കറക്റ്റ് ലാലേട്ടനെ പോലെ ഇരിക്കുന്നു. രാജേഷേ, നീ ചായ ഇട്ടിട്ട് വരുന്നില്ല. മതി. എന്റെ ബാഗ് ആ ബാഗ് താത്തൂക്ക്. ഞാന് ഒരു കാര്യം ചെയ്യുന്നാറേ, അടുക്കലോട്ട് ചെല്ല, അവനെ ഒന്ന് സഹായിക്കേ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. ഏതാ മോള് ചെല്ലേ, മോള് ചെല്ലേ. എന്തൊരു പെങ്കൊച്ചറാ ഇത്. അവൻ പിടിച്ച് ഒരാഴ്ച നിർത്തുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഉണ്ടാ മുമ്പിളാരി. എന്തൊരു ന്യൂ ജനറേഷൻ ഇത്. ഇവിടെ എങ്ങും നിൽക്കാൻ വയ്യ. നിൽക്കുമ്പോ ഓടി വരും അടുത്ത് കിടക്കാം. അപ്പൊ പിന്നെ കൂടെ ഒന്നും കിടക്കത്തില്ലല്ലോ. ഇപ്പൊ ഉറക്കം വന്നിട്ടല്ല, എന്നാലും കിടക്കും. അയ്യോ അയ്യോ. എന്നാലും എന്തൊരു ഏത് എനിക്കത് പിടിയങ്ങോട്ട് കിട്ടാത്തത്. കുഴപ്പമില്ല ഇനി. അയ്യോ ഒരുപാട് നേരം കിടക്കത്തിരിക്കും. പിന്നെ പ്രശ്നമുള്ള ആണോ? ഓരോ അയ്യോ ഞാനേ താഴെ കിടക്കാം. ഈ ഫാന് കാറ്റില്ലാത്തോണ്ടേ. ഏത് ഫാന്? ഫാന് കാറ്റില്ലാത്തോണ്ട് ഭയങ്കര കാറ്റ് കുറവാണോ? ആ. അയ്യോ ഒരു കാര്യം ചെയ്താൽ മതി. ഈ സ്റ്റൂൾ എടുത്ത് ഇങ്ങോട്ട് ഇട്ടാലേ എന്താ ഞാൻ മുകളിൽ കയറി എന്റെ കപ്പാസിറ്റി എടുത്ത് ഇവിടെ വേറെ പറഞ്ഞ് മനസ്സിലാക്കൂടാ. ഇത് അന്തസ്സുള്ള തറവാടാ. എന്ത് സംഭവം? എനിക്കൊന്നും എന്റെ എനിക്ക് എന്തോ കാണിക്കുന്നത് നീ? അല്ല ഫാൻ അമ്മ അവർക്ക് ഇതൊക്കെ ഒരു പരിചയം. നാട്ടും ഓരോരോ അല്ലേ ന്യൂ ജനറേഷന്റെ മനസ്സിലാക്ക്. അവൻ എന്റെ അടിവയറ്റുന്ന ഒരു തീയം കേറിട്ടേ ഭയന്നു പോയി ഞാന്. അവൻ ഇങ്ങനെ കിടന്ന് പേടിച്ചത്. ഇതൊക്കെ ന്യൂജൻ പിള്ളേരല്ലേ? ഇല്ല ഇല്ല കുഴപ്പമില്ല. നിങ്ങൾ എന്റെ അടുക്കളോട്ട് ഇല്ലേ? അതെ ഓ സത്യം പറഞ്ഞ സത്യം പറയണ്ട. അതല്ല സുന്ദരാണ് പറയാൻ വന്നതല്ലേ? അങ്ങനെ കാണാൻ ചുന്ദരനാണെങ്കിൽ എന്തൊരു ചൊറിച്ചിൽ. അവിടെ എന്റെ മുടിയാന്ന് അരച്ചിട്ടുള്ളു. മനസ്സിപ്പോഴും നല്ല ഒന്നാം തരം പച്ച. എന്ത് കാര്യം തമ്മ? അവള് ഹാർമോണിയം പഠിച്ചിട്ടുണ്ടാടാ. ഇന്ന് ഹാർമോണിയം വായിക്കണ താത്തരാൻ പറയടാ. ഇതൊക്കെ ഇട്ടോണ്ടുള്ള പാട് എനിക്കറിയാവോ. ഈ പെണ്ണുങ്ങളെ സമ്മതിക്കണ ഇത് ഇട്ടോണ്ട് വരാൻ കുടുംബം കണ്ട് കയറിയും തോന്നുന്നു കേട്ടോ. അമ്മാവാ പുതിയ ഡ്രസ്സാണ്. ചെറിയ ഇറിറ്റേഷൻ. അതിന്റെ ആണ് ഓരോരോ ന്യൂ ജനറേഷൻ പരിപാടി. ഇതാ ഞാൻ രണ്ട് ചപ്പാത്തി കൂടെ ശരിയാക്കണ്ട്. അങ്ങനെ ഞാൻ ചൂടാൻ ചപ്പാത്തി നിനക്ക് ചിലപ്പോ ഞാൻ ചെയ്യാന്ന്. ഞങ്ങളെ ഇങ്ങനെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടെന്ന് അമ്മ പറ. എങ്ങനുണ്ട്? നടക്കത്തില്ല. അതൊക്കെ കല്യാണം കഴിഞ്ഞു. എന്തോ ചേർന്ന് നിക്കലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ജിമ്മിന് പോയില്ലടാ. ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്നൂടെ അയ്യോ അല്ലല്ല
കയ്യാങ്കളി തീർക്കേണ്ട സമയമായിരിക്കുന്നു. വാടാ. അമ്മാവൻ നമ്മളെ പരിചയപ്പെടാത്തോണ്ടാ. ഇങ്ങോട്ട് കൈ കൊണ്ടുവരുന്നത്. കൈ കൊണ്ടുവരുന്നത്. കൈ കൊണ്ടുവരുന്നത്. ദേ, ഈ കൈ പിടിച്ച്. എന്താ കൈ പിടിക്കാം? കൈ പിടി. കൈ പിടിക്കത്തില്ല. നിന്റെ സഹായം കൂടെ എനിക്ക് മനസ്സിലായി. എന്താ? ഞാൻ തോറ പൊട്ടാന്ന് വിചാരിച്ചോളെ. മനസ്സിലായില്ല. അല്ല, നിങ്ങൾ വിചാരിക്കും ഞാൻ കോമണി കളിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു കോമണി കളിക്കേണ്ട ആവശ്യമില്ല. കോമണി ആ വയസ്സും പ്രായമായെങ്കിലും നിന്നെക്കാട്ടി ലോകപരിചയമുണ്ട്. എന്തോ നീ ഉദ്ദേശിച്ചത് കൊണ്ട് അമ്മാവനൊന്നും ഇഷ്ടപ്പെടുന്ന അമ്മാവനെ ഒന്നും അവിടെ നിങ്ങളാ ഞാൻ പറയും പൊട്ടാ ഞാൻ ഇത് മനസ്സിലായില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ. അല്ല, അത് ഞാൻ ഇപ്പം പറഞ്ഞതേ, ഇപ്പം പറഞ്ഞു അവനൊരു പെൺകൊച്ചിനെ ഇഷ്ടമുണ്ട്. ഒരാഴ്ച ഇവിടെ കൊണ്ട് നിർത്തും. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടാൽ, സ്വഭാവം ഇഷ്ടപ്പെട്ടാൽ കല്യാണം കഴിക്കുക, അല്ല വേറെ കല്യാണം കഴിക്കത്തില്ലെന്നും പറഞ്ഞു. മനസ്സിലായോ? തെറ്റിപ്പോ കാണിച്ച വേല കണ്ട ആ പെൺകൊച്ചിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടേ എന്നെ വളപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ വീഴുവോ ഞാൻ? കാരണം എന്റെ വരുമാനം പകർച്ച അങ്ങനൊന്നും വീഴ്ത്ത മോളെ. ഞാൻ ഇച്ചിരി ഞരമ്പാ, പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. മോളെ എനിക്കറിയാം മോള് നല്ല ഒന്നാന്തര തറവാട്ടിലാന്ന് എനിക്ക് മനസ്സിലായി. ഇത് നല്ല മതി. അതുകൊണ്ട് ഞാൻ പറയുന്നു, മങ്ങാരത്ത് വീട്ടിൽ മാധവ മേനോൻ പറയുന്നു, നീ ഇനി ഇവളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. ഇവളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. ഉറപ്പിച്ചു. അത് ശരിയാത്തില്ല. അത് അല്ല, അത് ശരിയാത്തില്ല. അത് ശരിയാവും. അത് ശരിയാത്തില്ല. അവളെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. അത് പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ലേ. അത് പറ്റാത്ത കാര്യം. എനിക്ക് ഇഷ്ടമല്ല. പുതിയ ഓരോ നയതന്ത്രം കൊണ്ട് വരുമോ ഇഷ്ടമല്ല എന്നുള്ള. ഞാൻ പറയട്ടെ, ഈ പെൺകുതിരെ കൊണ്ട് തന്നെ കടിച്ചാൽ മതി. ഒരു സത്യം പറയട്ടെ, എന്താ പറ്റിയ? അവള് പെണ്ണല്ല. ഇനിയിപ്പോ കല്യാണം മുടക്കാൻ വേണ്ടി ഓരോരോ കള്ളത്തരമായിട്ട് വരുന്നുണ്ട്. അയ്യോ. അപ്പൊ ഞാൻ മനസ്സിലാക്കണം, ഇവൻ കൂട്ടുകാരനെ ഇറക്കി ആൺവേഷത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ആണാണിത്. ഇത് എന്നെ പറ്റിക്കാനുള്ള ഓരോ ആദ്യ പെൺകൊച്ചാന്ന് എനിക്കറിയാം. അത് മതി മതി, കല്യാണം നടത്തിക്കും. സത്യമായിട്ടുമല്ല. ഉറപ്പിച്ചു. ഇവള് പെണ്ണല്ലെന്ന്. ഈ പിണക്കമൊക്കെ രണ്ടുപേർക്കും ഓരോ കുഞ്ഞൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് മാറുമെന്ന്. ഞാനൊന്ന് പറയട്ടെ, എന്ത്? ഇനിയിപ്പോ അഥവാ കുഞ്ഞുങ്ങളായതല്ലേ എന്നെ സാമ്പത്തിക പത്രം വെച്ച് അതിനൊക്കെ ചെലവിന് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ടാ പറയുന്നത്, ഈ കല്യാണം വേണ്ട, എനിക്ക് കല്യാണം വേണ്ട. എടാ, ഇത്രയുള്ള നിന്നെ ഇത്ര അപ്പക്കാള പരുവത്തിൽ ഞാൻ ചെലവിനായിരുന്നില്ലേ? ചെലവിനായിരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കുഞ്ഞുങ്ങളെ ചെലവിന് കൊടുക്കാൻ എനിക്ക് വിഷയമില്ല. ഞാൻ ചെലവിന് കൊടുത്തോളാം. ഞാൻ ചെലവിന് കൊടുത്തോളാം എന്ന് പറഞ്ഞില്ലേ? പിള്ളേർക്ക് ഞാൻ ചെലവിന് കൊടുത്തോളാം. ഉറപ്പ്. എന്നാലേ എന്റെ വീട്ടിൽ 2 പിള്ളേരുണ്ട്, അതിനെ കൊണ്ടുപോയി ചെലവിന് കൊടു. രാജേഷേ, ഏതാണ് ഈ മൊട്ടച്ചി? ഏതാണ് ഈ മൊട്ടച്ചി? എന്റെ ദൈവമേ, ഈ പുല്ലിന് കണ്ണും കാണത്തില്ല. ഇത്രയായിട്ട് ഇതൊന്നും മനസ്സിലാകുന്നില്ല ദൈവമേ. ആദ്യമായിട്ടാ